ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് 100-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യമാണ്. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ. എങ്ങനെയാണ് ദൈവത്തെ സേവിക്കേണ്ടതെന്ന് സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുക. എങ്ങനെ സേവിക്കണം? സന്തോഷത്തോടെ യഹോവയെ സേവിക്കണം. ജീവിതത്തിൻ്റെ ഒട്ടുമുക്കാൽ സമയവും ദുഃഖിച്ച് നടക്കുന്ന ധാരാളം പേരുണ്ട്. അവർക്ക് ഒട്ടും സന്തോഷിക്കാൻ കഴിയുന്നില്ല. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഓരോ ദൈവമക്കളോട് ഞാൻ പറയാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ ദൈവത്തിൻ്റെ കൈകളിലാണ്. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായത്തിൽ വായിക്കുന്നതിന് കുശവന്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. കളിമണ്ണ് കയ്യിലെടുത്തപ്പോഴേ ആ കളിമണ്ണ് എന്താകുമെന്നൊരു ചിത്രം കുശവന്റെ ഹൃദയത്തിലുണ്ട്. കുശവന്റെ ഹൃദയത്തിലെ ചിത്രമാണ് അവന്റെ കരവിരുതിലൂടെ നടക്കുന്ന പുറത്തു വരുന്ന ഒരു പാത്രം. ഇതുപോലെ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ നിന്റെ ലൈഫിൽ പണി തുടങ്ങുക. ആ പണിയുന്നവൻ അറിയാം നിന്നെ എങ്ങനെ കൊണ്ടുപോകണമെന്ന്. പണിയുടെ പകുതിയെങ്കിൽ എത്തിയ നീ ചോദിക്കരുത്, എന്താണ് കർത്താവേ ഇങ്ങനെയെന്ന് ചോദിക്കരുത്. കാരണം പണിയുന്നവന് നിന്നെക്കുറിച്ച് വ്യക്തമായ ഉദ്ദേശമുണ്ട്. അവൻ നിന്നെ കൃത്യമായി പണിയുക തന്നെ ചെയ്യും. നമ്മുടെ പണി തീരുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, നിത്യതയിലെത്തുന്നിടം വരെ ദൈവം നമ്മെ പണിതുകൊണ്ടിരിക്കും. ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മളെ ദൈവം ഇങ്ങനെ വഴി മാറ്റിവിടും. അതിനർത്ഥം ദൈവം കൈവിട്ടെന്നല്ല. നിങ്ങൾ അതെന്തെന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിന്നെ പണിയുന്ന ദൈവത്തിന് കഴിവില്ല എന്ന ആ ചോദ്യത്തിനർത്ഥം. അങ്ങനെ ഒരിക്കലും ചോദിക്കരുത്. നിങ്ങൾ സന്തോഷത്തോടെ യഹോവയെ സേവിക്കണം, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരണം. അതിൻ്റെ കാരണം നിങ്ങളെ പണിയുന്നവൻ അറിയാം നിങ്ങളെ ആരാക്കണമെന്ന്. നിങ്ങൾ ആരാകുമെന്ന് തീരുമാനിച്ചത് നിങ്ങളല്ല, നിങ്ങൾ ആരാകുമെന്ന് തീരുമാനിച്ചത് ദൈവമാണ്. വിഷമം കൊണ്ട് നടക്കാതെ, ദുഃഖം കൊണ്ട് നടക്കാതെ, സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കാൻ പഠിക്ക്. സംഗീതത്തോടെ ദൈവത്തിന് മുമ്പിൽ വരാൻ പഠിക്ക്. ദൈവം നിന്നെ സകലതും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് ഒരനുഗ്രഹമാക്കി വെക്കും. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദുഃഖം കൊണ്ട് നടക്കാതെ സന്തോഷത്തോടെ ദൈവത്തെ സേവിപ്പാൻ, സംഗീതത്തോടെ ദൈവസന്നിധി വരാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണം. ഞങ്ങൾ അങ്ങയുടെ കയ്യിലായതുകൊണ്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ പണിതുയർത്തുന്നത് കൊണ്ട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കുക, സംഗീതത്തോടെ ദൈവത്തിൻ്റെ അടുക്കൽ വാ. യേശു വലിയവ ചെയ്യും. ഗോഡ് ബ്ലസ് യു.